വഴിക്കടവിൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ കാണുന്ന ചിത്രം തെളിയിക്കുന്നുണ്ട്. കണ്ടില്ലേ? പന്നിക്കെണിയിൽപ്പെട്ട് 15കാരന് ജീവൻ നഷ്ടപ്പെടുന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിന് ശേഷം കോൺഗ്രസ്സുകാർ സ്റ്റാറ്റസ് ഇട്ട ഒരു ചിത്രമാണ്. ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ളവർ ചായ കുടിച്ച് ചിരിച്ചുല്ലസിച്ചിരിക്കുന്നു. കണ്ടില്ലേ? ഈ ചിത്രം എപ്പോൾ എടുത്തു എന്നുകൂടി അറിയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കൗതുകം തോന്നുക. അതായത് അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അന്വേഷിക്കാതെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന രീതിയിൽ ആ കാണുന്ന സമരം കണ്ടോ? കോൺഗ്രസ്സുകാരനായ ചാമക്കാലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ മറ്റു മണ്ഡലത്തിൽ നിന്നെത്തി റോഡ് ഉപരോധിച്ചുള്ള സമരമാണ്. അർദ്ധരാത്രി ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ട വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സമര നാടകം അരങ്ങേറി. ആ സമര നാടകത്തിനും ഷൂട്ടിങ്ങിന് ശേഷം ചായ കുടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് സ്റ്റാറ്റസ് പങ്കുവച്ചിരിക്കുന്നത്. ഹൃദയം കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോയതിൽ വേദനിച്ചവരാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടൂ. അത് വിവാദമാകുന്നു എന്ന് കണ്ടുടനെ കോൺഗ്രസ് നേതാക്കന്മാർ മുക്കിയിട്ടുമുണ്ട്. കണ്ടില്ലേ? നമുക്ക് കിട്ടിപ്പോയി പ്രചരിപ്പിക്കാനുള്ളൊരു ആയുധം കിട്ടിപ്പോയി. ആ ആയുധം കിട്ടിയതിൻ്റെ ആവേശം കാണിച്ചതിന് ശേഷമുള്ള റെസ്റ്റിംഗ് പീരീഡാണ്. ഇതെന്താണ് ബോധ്യപ്പെടുത്തുന്നത്? ചിലർക്ക് ചില മരണങ്ങൾ പോലും വലിയ ആയുധമാണ്. അത് അവിടെയും തീർന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായിട്ടുള്ള വിജീഷിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നിലമ്പൂർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ UDF സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ പിടിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ UDF സമരം നടത്തി. ആ സമരം അവിടെ നിന്ന് ഞങ്ങൾ നിർത്തി വെക്കാനുള്ളൊരു കാരണം തന്നെ പ്രതികളെ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ ഈ സമരം നിർത്തൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. കേട്ടില്ലേ? ഞങ്ങൾ പ്രതിഷേധിച്ചതുകൊണ്ടാണ് അത്ര പ്രതിയെ പിടിച്ചത്. പ്രതിയെ പിടിച്ചുടനെ പ്രതിഷേധം സ്വിച്ചിട്ട പോലെ ഓഫായി. എന്തുകൊണ്ട്? അപ്പോഴാണ് പ്രതിയുടെ രാഷ്ട്രീയം പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള വിജീഷാണ് ഈ കൃത്യം നിർവഹിച്ചത്. ആൾക്കാർ സഞ്ചരിക്കുന്ന വഴിയിൽ പന്നിക്ക് കെണിവെച്ചതുപോലെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു വച്ചിരിക്കുകയാണ്. അതിലാണ് മീൻ പിടിക്കാൻ പോയ യുവാക്കൾ ചവിട്ടി അപകടമുണ്ടായത്. അപ്പോൾ ആ അപകടമുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരൻ. ആ അപകടം സംഭവിച്ചത് വഴിക്കടവ് വൈസ് പ്രസിഡന്റും ഇതേ വാർഡിലെ കോൺഗ്രസ് വാർഡ് മെമ്പറുടെയും സ്ഥലത്ത്. സ്വാഭാവികമായിട്ടും ആ ജീവൻ എടുത്തതിൽ കോൺഗ്രസിന് വല്ലാത്ത പങ്ക്. സ്വിച്ചിട്ടതുപോലെ ഓഫായിട്ടുണ്ട്. പിന്നീട് തുടക്കത്തിൽ കണ്ട ആ ചിത്രം, കോൺഗ്രസ്സുകാരനാൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. അതിനെ ഉയർത്തി കോൺഗ്രസ്സുകാർ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രതി അറസ്റ്റിലായതോടെ കോൺഗ്രസ്സുകാർ തന്നെ സമരം അവസാനിപ്പിക്കുന്നു. എങ്ങനെ ഉണ്ട് ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരും UDFകാരും ലീഗന്മാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ? നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും. ആ വൃത്തികേട് കാണിച്ചതിന് ശേഷം അതിനെ അവർ തന്നെ സമരത്തിൻ്റെ പേരിൽ നടത്തുന്ന കോലാഹലങ്ങൾ ജനം അറിയുക. ആ സമരത്തിൻ്റെ ഇടവേളകൾ ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുക. ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ? ഇതൊക്കെ ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ.